ഇതാണ് രണ്ടാമത്തെ അടുക്കള അല്ലെ? CCTV ഉള്ള അടുക്കള. അതെന്താ ചേട്ടാ CCTV വെച്ചേക്കണ അടുക്കള? അത് ഉള്ളത് പറഞ്ഞല്ലോ, കേട്ടാ മതി. നമ്മളെങ്ങനെ പറയൂന്ന് അറിയാതിരിക്കുകയായിരുന്നു. ചേട്ടൻ സ്വന്തമായിട്ട് പറഞ്ഞോണ്ട് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാല് അവിടെ ഗാർഡനിങ് ഒക്കെ ഉണ്ടെന്ന് കേട്ടല്ലോ. CCTV കമ്പൽസറി ആണ്. എവിടെ? വീട്ടിലോ? കമ്പൽസറി ആണ്. ഇവിടെ മത്സ്യത്തിന് വളർത്തുന്നുണ്ട് അക്വാപോണിക്. അപ്പൊ അക്വാപോണിക് ചെയ്യുമ്പോ ഗവൺമെന്റിന് നിർബന്ധമായിട്ട് CCTV വെച്ചിരിക്കണം. ഓ അങ്ങനെ ഉണ്ടോ? എന്നിട്ട് അതുണ്ട് ശരി ശരി അവിടെ CCTV വെച്ചിരിക്കണം. അല്ലാണ്ട് കാശിന്റെ മുതൽ ചുമ്മാ എന്തായാലും പറയാനുള്ളത് പറഞ്ഞു. അത് വേറെ കഥ. തിരിച്ചങ്ങോട്ട് പോവാം. നമ്മൾ ഈ അടുക്കളയിലേക്ക് തിരിച്ചു വന്ന എന്താണെന്നറിയോ? ഇവിടെ ഞാൻ നിങ്ങളൊരു ഇമ്പോർട്ടൻറ്റ് സാധനം കാണിക്കാൻ മിസ്സായി പോയി. അതായത് ചേട്ടനിവിടെ സ്വന്തമായിട്ട് അച്ചാറും കേക്കും ഒക്കെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞത് വെറും ഡയലോഗടിയല്ല. അത് ഇഷ്ടംപോലെ അച്ചാറുകളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇവിടെ മുന്തിരിങ്ങ ഉണക്കി വെച്ചേക്കുന്നത്. അതെന്തിനായിരുന്നു ചേട്ടാ? ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് ഒരിക്കലും നല്ല മുന്തിരി കിട്ടില്ല. അതുകൊണ്ട് ചേട്ടനങ്ങ് ഉണക്കി വെച്ചാണോ? ഇതെങ്ങനെ ഉണക്കിയ? നല്ല ടേസ്റ്റ് ഉണ്ട്. ഉണക്കാനൊന്നുമില്ല. ഇത് കടയിൽ പോയി വാങ്ങിക്കാം. അയൺ ചെയ്തോ? കടയിൽ പോയി വാങ്ങിക്കാം. മുന്തിരി വാങ്ങിക്കാം. ഉപ്പ്, വിനാഗിരി ഇത്ര സാധനം ഇട്ടിട്ട് അരമണിക്കൂർ വെക്കാം. എന്നിട്ട് ആവി കൊള്ളിക്കണം. വെളുത്തിട്ടാ ഒരു 3-4 ദിവസം ഉണണ്ടത്. എന്നിട്ട് ഇത് എന്തിനാ ഉപയോഗിക്കുന്നത്? വെറുതെ ഇങ്ങനെ കഴിക്കാനോ? ബിരിയാണി ഇടാം, കേക്ക് ഉണ്ടാക്കുമ്പോ ഇടാം. നമ്മളുണ്ടാക്കുന്ന ഇതല്ലേ? അത് ശരിയാ. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അത് ശരിയാട്ടോ. നമ്മൾ ഉണ്ടാക്കിയ മുന്തിരി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലേ? അതുപോലെ അച്ചാറൊക്കെ നിങ്ങൾ വിചാരിക്കില്ലേ മാങ്ങയാണ് ചക്കയാണ്? അതൊന്നുമല്ല. ഇവിടത്തെ വേറെ പ്രത്യേകതരം ഫ്രൂട്ടാണ്. ലെമൺ വൈൻ. കൊള്ളാം. ഇല്ല, ഞാൻ കഴിച്ചു നോക്കിയായിരുന്നു. അതൊക്കെ ഞാൻ കഴിച്ചു. ഇതൊക്കെ ഞാൻ ഓൾറെഡി ടേസ്റ്റ് ചെയ്ത് ടെസ്റ്റഡ് ആൻഡ് മറ്റേ ഗ്യാരണ്ടീഡ് ആണ്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അച്ചാർ ബീഫ് അച്ചാറുണ്ട്, വെളുത്തുള്ളി അച്ചാറുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, ലെമൺ വൈൻ അതുണ്ട്, മാങ്ങയുണ്ട്, 5 തരം അച്ചാറുകളുണ്ട്. അത് മതിയല്ലേ? വിഷുവിന് എല്ലാവരും വരുമോ? മക്കൾ രണ്ടുപേരും വരുമോ ഇവിടേക്ക്? ഞാൻ വേണ്ട കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ. ചേട്ടൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് കോമഡികളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാളായിട്ട് ഞാനൊക്കെ എന്നെ പോലെയുള്ളവരൊക്കെ വന്നിട്ട് അതിഗംഭീരമായ കോമഡികളൊക്കെ പറഞ്ഞിട്ടും ചിരിക്കാതെ നിന്ന അവസരങ്ങൾ ചേട്ടന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇതേ എക്സ്പ്രഷൻ ഇട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടോ? പിന്നെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും. എനിക്ക് കോമഡിയാണെന്ന് തോന്നണ്ടേ? അത് വേണം. ആണ്. പക്ഷെ അങ്ങനെ ചിരിക്കാതെ നിന്ന ആൾക്കാരെ എളിബരാക്കിയിട്ടുണ്ടോ? ഒരുപാട്. ഓ പാവങ്ങളുടെ ഒരു അവസ്ഥ.